ഹായ് ഗായ്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ചെറിയൊരു ചുമയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമ വരാം. നിങ്ങൾ ഇഗ്നോർ ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇന്നത്തെ വ്ളോഗ് എന്താണ് എന്ന് ഞാൻ ആദ്യം പറയാം. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ് എനിക്കിത്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഇന്ന് എൻ്റെ ഡാഡുവിൻ്റെ ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ആണ് ഗായ്സ്. അതെ, ഇന്ന് ജാനുവരി 25 ആയിട്ടുണ്ട്. ജനുവരി 25 അവൻ ജനിച്ചത്. അപ്പോൾ ഇന്ന് ഒരു വർഷമായിരിക്കും ഡാഡൂസ് ജനിച്ചിട്ട്. ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഡാഡുവിനെ വിഷ് ചെയ്തു. അവൻ കിടന്ന് ഭയങ്കര ഉറക്കമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡാഡുവിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊക്കെ നമുക്ക് മെമ്മറീസ് അല്ലേ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്നാൽ ഭാവിയിൽ അവന് കാണാം. അതിന് വേണ്ടിയിട്ടാണ്, അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്ളോഗിലുപരി ഡാഡുവിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ്. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. പക്ഷേ എനിക്കിത് എങ്ങനെ തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനുണ്ട്. കാരണം ഈ ഒരു വർഷം എത്ര പെട്ടെന്നാണല്ലേ കഴിഞ്ഞു പോയത്. പ്രഗ്നൻ്റ് ആയത് മാത്രമാണ് ഓർമ്മ. 10 മാസം കടന്നു പോയി. ഇപ്പോൾ ഡാഡു ജനിച്ചിട്ട് 12 മാസം പടയെന്ന് പറഞ്ഞ് കഴിഞ്ഞു പോയി. അപ്പോൾ പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്കിങ്ങനെ ഇപ്പോൾ ഒരു അമ്മയാവണം അങ്ങനത്തെ ആഗ്രഹങ്ങൾ എനിക്കില്ലായിരുന്നു. അതായത് ഇപ്പോൾ കുട്ടി വേണം അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെ, എക്സ്പെക്റ്റ് ചെയ്യാതെ, ആഗ്രഹിക്കാതെ വന്നൊരു കുഞ്ഞാണ് ഡാഡു. അപ്പോൾ ആദ്യം പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴൊക്കെ ഞാൻ ഓക്കെ അല്ല, ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് അല്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കുഴപ്പമില്ല ആയി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ച് പതുക്കെ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു അമ്മ എന്നൊക്കെ പറയുന്ന സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയത്, നമ്മൾ അതിലോട്ട് വന്നതൊക്കെ. അങ്ങനെ ഇപ്പോൾ ഡെലിവറി സ്റ്റോറി അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഒരു അനുഭവം. അങ്ങനെ പ്രഗ്നൻസി ആയി. ഞാൻ കാണിച്ചത് ശാസ്തമംഗലം ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിലാണ്. അവിടെ ഡോക്ടർ എലൻ മേഡമാണ് എൻ്റെ ഡോക്ടറായിരുന്നത്. കിഡിലൻ ഡോക്ടറായിരുന്നു. അവിടെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, മേഡത്തിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഫസ്റ്റ് പോകുന്നു, സ്കാനിങ് കഴിയുന്നു. അപ്പോൾ 6 വീക്സ് കഴിഞ്ഞായിരുന്നു അവന്. അങ്ങനെ പോയി ദിവസങ്ങൾ പോയി. ഡേറ്റ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നത് ജാനുവരി 26 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. എനിക്ക് ഡേറ്റ് ഒന്നും ചേഞ്ച് ആയിട്ടില്ലായിരുന്നു. എപ്പോഴും ഫസ്റ്റ് സ്കാനിങ് മുതൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ആ ഡേറ്റ് തന്നെയായിരുന്നു. അങ്ങനെ ജനുവരി 24 ഞാൻ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ. സത്യത്തിൽ 25 അഡ്മിറ്റായി, 26 ഡെലിവറി കഴിയേണ്ടിയിരുന്നത്. പിന്നെ 26 റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ അന്ന് സ്റ്റാഫുകൾ അവിടെ കുറവായിരിക്കും എന്ന് വെച്ചിട്ടാണ് മേഡം എനിക്ക് 24 അഡ്മിഷൻ പറഞ്ഞ് 25 ഡെലിവറി കഴിഞ്ഞത്. C-സെക്ഷൻ ആയിരുന്നു. ഡെലിവറി സ്റ്റോറി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അങ്ങനെ ഡാഡൂസിനെ കയ്യിൽ കിട്ടുന്നു. അപ്പോൾ ഞാൻ പറയട്ടെ, എനിക്കൊരു ഗേൾ ബേബി ആയിരുന്നു ആഗ്രഹം. എന്ന് വെച്ചാൽ എൻ്റെ സങ്കല്പത്തിൽ എൻ്റെ കുട്ടി ഗേളായിരുന്നു. ഞാൻ ഇങ്ങനെ പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ബോയ് ബേബിയുടെ പേരേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഡാഡു ജനിക്കുന്നതിൻ്റെ തലേന്ന്. അതായത് ഇന്ന് ജനുവരി 24 നമ്മൾ അഡ്മിറ്റ് ആവുന്നു. അന്ന് രാത്രിയാണ് ഇയാൻ എന്ന പേര് കിട്ടുന്നത്. ഡാഡുവിൻ്റെ ഒറിജിനൽ നെയിം ഇയാൻ അരുൺ എന്നാണ്. IAN ഇയാൻ. അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പം പേരിടണമെന്ന് തോന്നി. ആ പേര് ബോയ് ആണെങ്കിൽ ആ പേരിടാം എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കര ഷുവറായിരുന്നു എനിക്ക് ഇങ്ങോട്ട് നമുക്ക് ഗേളായിരിക്കും. നമ്മുടെ മനസ്സിൽ തോന്നലായിരുന്നു. പക്ഷേ ആൾക്കാരുടെ പ്രഡിക്ഷൻസ് ഒരുപാട് വന്നത് ബോയ് എന്നായിരുന്നു. പിന്നെ ഗേളിൻ്റെ പേര് നമുക്കൊരു 3 മാസം കഴിഞ്ഞപ്പോഴേ കിട്ടിയായിരുന്നു. ആ പേര് നമ്മൾ ഫിക്സ് ആക്കി വെച്ചു. ഗേൾ ആണെങ്കിൽ ഇടായിരുന്ന പേര് ഇറ എന്നാണ്. ഇറ അരുൺ അങ്ങനെയാണ് ഇടാനിരുന്നത്. വീട്ടിൽ അല്ലി എന്ന് വിളിക്കണം എന്നായിരുന്നു ഒരാഗ്രഹം. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. C-സെക്ഷൻ കഴിഞ്ഞ് ഇങ്ങനെ, അപ്പോൾ എനിക്ക് ബോധമൊന്നുമില്ല. ഞാൻ പേടിച്ച് എൻ്റെ കിളിയൊക്കെ പോയി ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ തട്ടി ഡോക്ടർ വിളിച്ചിട്ട് ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബോധം ഇങ്ങനെ വീണ്ടും പോയി. എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തോ ഒരു മൈൻഡിൽ ആൺകുട്ടിയാണ് എന്ന് കേൾക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആൺകുട്ടിയാണ് ഇങ്ങനെയാണ് ഞാൻ ആ ലേബർ റൂമിൽ കിടന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയത് ഗേൾ അല്ലേ എന്ന്. എന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ സ്വപ്നം കണ്ടതാണ്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ബേബി ഗേളാണെന്ന് ഡോക്ടർ വന്ന് പറയും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് വീണ്ടും ബോധമൊക്കെ പോയി. അവിടെ ഞാൻ കിറങ്ങിക്കിടന്നു. പിന്നെ എന്നെ അവർ ഒബ്സർവേഷൻ റൂമിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ബോയ് എന്ന് കേട്ടത് സത്യമാണോ എന്നുള്ള ചിന്തയായിരുന്നു. പിന്നെ ബോയ് ആണെന്ന് അറിയുന്നത് ഞാൻ ഇങ്ങനെ കിടന്നപ്പോഴത്തേക്കും കിട്ടു ഇങ്ങനെ എൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നു. അപ്പോൾ കിട്ടു ഇങ്ങനെ വന്നപ്പോൾ ചോദിച്ചു, കിട്ടു ഏത് ബേബി? അപ്പോൾ കിട്ടുവിന് ബോയ് ബേബി ഹാപ്പിയാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ബോയ് ബേബിയോ എന്ന് മനസ്സിലാക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അപ്പോൾ ഒരു നിരാശ തോന്നി. ബോയോ, കാരണം എനിക്ക് ഗേൾ മതിയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ചിന്തയിലുണ്ടായിരുന്നു എനിക്ക് മേ ബി ബോയ് ആണെങ്കിൽ ഞാൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നൊക്കെ. പക്ഷേ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടിരുന്നു ഡാഡുവിൻ്റെ വരവ്. നമുക്ക് ബേബി വരുമ്പോൾ പിന്നെ ബോയ് ആയാലും ഗേൾ ആയാലും നമുക്കതൊരു വിഷയമേ അല്ലെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ആദ്യമായി ഞാൻ അവനെ കാണുന്നു. അപ്പോൾ C-സെക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ കണ്ടതൊന്നും എനിക്ക് ഓർമ്മയില്ല. ജനിച്ച് അതിൻ്റെ പൊക്കി എടുത്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അല്ലാതെ കൊച്ചിനെ ഞാൻ നേരെ കണ്ടൊന്നുമില്ല. ആദ്യമായിട്ട് കണ്ട മെമ്മറി എന്ന് പറയുന്നത് ഞാൻ കിട്ടുന്നിടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ടവല്, പിങ്ക് ടവലുണ്ടായിരുന്നു, ബ്ലൂ ടവലുണ്ടായിരുന്നു. ബോയ് ബേബി ആണെങ്കിൽ ബ്ലൂ ടവൽ കൊടുക്കണം, ഗേൾ ബേബി ആണെങ്കിൽ
പിങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ആ ബ്ലൂ ടവലിൽ പൊതിഞ്ഞൊരു കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുവന്നു ഡോക്ടറല്ല സിസ്റ്റർ കൊണ്ടുവന്നു, നഴ്സ് കൊണ്ടുവന്നു. അപ്പം നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞു ബാബ, ഹായ് എനിക്ക് കൊച്ചോ, ഞാൻ ഇപ്പോഴും എൻ്റെ സങ്കല്പത്തിൽ ഞാൻ കൊച്ചാണ്, എനിക്കൊരു കൊച്ചോ എന്നൊക്കെ ഞാൻ അവിടെ കിടന്ന് ആലോചിച്ചു. പിന്നെ വന്നു സെറ്റായി. അപ്പം തന്നെ നമുക്കിങ്ങനെ നമ്മുടെ കുഞ്ഞ് എന്നൊക്കെ ഒരു ചിന്തയൊക്കെ വന്നു. പിന്നെ അതാ ഒരു വർഷം ഷടപടേ എന്ന് കടന്നുപോയി. അവൻ്റെ ഹാപ്പി ബർത്ത്ഡേ എത്തി. അയ്യോ വിശ്വസിക്കാനേ പറ്റുന്നില്ല ഗൈസ്, നമ്മുടെ ലൈഫ് എന്നെ ചേഞ്ച് ചെയ്ത് കളഞ്ഞു. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണ്, ബേബി വരുമ്പോൾ ലൈഫ് ഫുള്ള് ചേഞ്ച് ആവുമല്ലോ അങ്ങനെ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നോളം പറയാം. പ്രഗ്നൻ്റ് ആയപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇനി ദൈവം പുറത്തിറങ്ങിയതൊക്കെ അങ്ങനെ തന്നെ ഡേ എന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും വന്നില്ല ഗൈസ്. പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും ഞാൻ പുറത്തിറങ്ങി, ഞാൻ എങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു പ്രഗ്നൻസിയിലൂടെ നീളം. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ സ്നേഹം കൊണ്ടൊക്കെ പറയായിരുന്നു, രാത്രി പുറത്ത് പോരുത്, തലയിൽ മറ്റേ തുണി ഇടണം, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ടെൻഷനായിരുന്നുണ്ട്. പിന്നെ കിട്ടുമെന്നെ മോട്ടിവേറ്റ് ചെയ്തു, കിട്ടുമെന്ന് അങ്ങനെയൊന്നും ഇല്ലടി, നീ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. 3 മാസം ഞാൻ റെസ്റ്റ് ആയിരുന്നു ഗൈസ്, വീട്ടിൽ തന്നെ റെസ്റ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പേടിയായിരുന്നു. പിന്നെ കിട്ടുമെന്നെ മോട്ടിവേഷനിൽ പുറത്തിറങ്ങി ഡെലിവറി വരെ നമ്മൾ പുറത്തൊക്കെ പോയി കറങ്ങി ആസ് യൂഷ്വൽ. പണ്ടെങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു. ഡാഡ് വന്നതിന് ശേഷം അങ്ങനെയായിരുന്നു. കൊച്ചു വന്നതിന് ശേഷം ഭയങ്കര ചേഞ്ചസ് വരുമെന്ന് വിചാരിച്ചു. എനിക്കൊരു ചേഞ്ചും വന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര സ്ട്രഗിൾസ് ഒന്നും എനിക്ക് വന്നില്ല. ഇപ്പോൾ ഉറക്കത്തിലായാലും അവൻ രാത്രി ഫുൾ ടൈം ഉറങ്ങാറുണ്ട്, രാവിലെ നമ്മൾ എണീക്കുമ്പോഴേ എണീക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളില്ല. ആദ്യമൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയും കിട്ടുവിൻ്റെ അമ്മയും എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ സമയത്തും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. എൻ്റെ വീട്ടിൽ പോയാലും എൻ്റെ അച്ഛനും അമ്മയും ടേക്ക് കെയർ ചെയ്യും. ഇവിടെയാണെങ്കിൽ എൻ്റെ ഇവിടുത്തെ അമ്മയും നാത്തൂനും ഒക്കെ ടേക്ക് കെയർ ചെയ്യും. അവിടെ എനിക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. അവരില്ലെങ്കിൽ, അവർ ജോലിക്കൊക്കെ പോകുന്ന ആ സമയത്താണെങ്കിൽ ചിലപ്പം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല, ഓക്കെയാണ്. എനിക്ക് നോർമലി ഈ മമ്മി ലൈഫിൻ്റെ ഭയങ്കര സ്ട്രഗിൾസ് ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു ഹാപ്പി ബേബിയാണ് അവൻ. നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഭയങ്കര ഹാപ്പി ബേബീസ് ആണല്ലോ, ഭയങ്കര ഹാപ്പിയാണ്. അവനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഫുള്ളും അവൻ ഹാപ്പിയാക്കി വെക്കാറുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ ഡാഡു എന്ന് പറയുന്നത്. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയി. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഡാഡിൻ്റെ കുഞ്ഞിലേ മുതലുള്ള കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാണ് ഈ വ്ലോഗിൽ മെയിനായിട്ടുള്ളത്. അവൻ ജനിച്ചപ്പോൾ മുതലുള്ള കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ 2 ബർത്ത്ഡേ നമ്മൾ കുറച്ച് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്പോൾ നമുക്കിന്ന് ഇപ്പോൾ ബർത്ത്ഡേയുടെ അന്നാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. മണിപ്പതാ ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. സമയം ഇപ്പോൾ 12:45 ആവാറായി. ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു വൈകിട്ടാണ് ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ വരുന്നത്. അതൊക്കെ ഞാനൊരു വ്ലോഗായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഡാഡൂസിൻ്റെ കുറച്ച് ഫോട്ടോസ് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവരും ഡാഡുവിനെ ബർത്ത്ഡേ വിഷ് ചെയ്യണം കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം. ഇനിയും ഒരുപാട് ബർത്ത്ഡേസ് അവനിങ്ങനെ ആഘോഷിക്കാൻ പറ്റട്ടെ. എന്തായാലും ആദ്യത്തെ ബർത്ത്ഡേ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണല്ലോ, അപ്പോൾ നമുക്കും ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ ഇവന് ഞാൻ പറഞ്ഞില്ലേ വയ്യാതെ നമ്മൾ എക്സൈറ്റിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും സെലിബ്രേറ്റ് ചെയ്യാം, ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അവനിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ ചടപടയും തട്ടിക്കൂട്ടിയതാണ്. നമ്മുടെ ഒരു പ്ലാനിങ്സും നടന്നിട്ടില്ല. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ഞാൻ കിട്ടും കൂടെ. ഇതിന് വയ്യാതായപ്പോൾ പെട്ടെന്ന് അതെല്ലാം അങ്ങ് മാറിപ്പോയി. പിന്നെ നടത്താൻ പറ്റുമോ ഇല്ല എന്നുള്ള കൺഫ്യൂഷനാണ്. ഇപ്പോൾ അതൊരു 2-3 ദിവസം കൊണ്ടാണ് നമ്മളെല്ലാം തട്ടിക്കൂട്ടി റെഡിയാക്കിയത്. അതുകൊണ്ട് പ്രോപ്പർ പ്ലാനിങ് അനുസരിച്ചൊന്നും ചെയ്തില്ല, എന്നാലും ഏകദേശം എല്ലാം നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നാളെ നന്നായിട്ട് പരിപാടി നടന്നാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം. വരും, നമുക്ക് ആദ്യം ഫോട്ടോ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോയിൽ തുടങ്ങാം. ഇത് ഡാഡു വരുന്നതിന് ഒരു ദിവസം മുന്നേ ഉള്ള ഫോട്ടോയാണ്. അതായത് ജാനുവരി 24 ഞാൻ അഡ്മിറ്റായ ദിവസമുള്ള ഫോട്ടോ. ദേ പിറ്റേ ദിവസം 25-ാം തീയതി നമ്മുടെ ബേബി വന്നു, ബേബി ബോയ്. ഇതാണ് ഡാഡുവിൻ്റെ ഫസ്റ്റുള്ള ഫോട്ടോസ്, ഹോസ്പിറ്റലിൽ വെച്ചെടുത്ത ഫോട്ടോസാണ്. പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് ഫോട്ടോ ടുഗദർ, നമ്മൾ ഒരുമിച്ചുള്ള ആദ്യത്തെ ഫോട്ടോയാണ്. പിന്നെ ദേ ഇതൊക്കെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള അവൻ്റെ കുറേ ഫോട്ടോസാണ്. ഫേസ് ഇങ്ങനെ ചേഞ്ച് ആവുന്നത് ഈ ഫോട്ടോസ് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളിങ്ങനെ ഡെയിലി കാണുന്നവർക്ക് കുഞ്ഞുങ്ങളെ ഫേസ് മാറുന്നത് അറിയാൻ പറ്റത്തില്ലല്ലോ. ഇത് ഈ ഫോട്ടോ ഒക്കെ കണ്ടോ, ഇതൊക്കെ എന്ത് ക്യൂട്ടാണല്ലേ. ഇതെല്ലാം ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡാഡുവും കിട്ടും കൂടെയുള്ള ഫസ്റ്റ് ഫോട്ടോ ഞാനിങ്ങനെ എടുത്തു വെച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ നൂലുകെട്ടിൻ്റെ ഫോട്ടോയാണേ. പിന്നെ ഗായ്സ് വെളുപ്പാങ്കാലം 1:30 ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ വീട്ടിലെ പട്ടികൾ അക്രമാസക്തരായി ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വോയിസ് ഇടയ്ക്ക് കേൾക്കാം, നിങ്ങൾ ഇഗ്നോർ ചെയ്യണേ. പിന്നെ ഇത് ഡാഡുവിന് 1 മാസമായ അന്നെടുത്ത ഫോട്ടോയാണ്. പിന്നെ അതേ കരി വരച്ച ഡാഡുവിൻ്റെ മേക്കപ്പ് ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ പണിയായിരുന്നു. ഞാനങ്ങനെ കരിയൊന്നും വരയ്ക്കാറില്ല. ഇത് അവൻ ആദ്യമായി വിരൽ വായിൽ വയ്ക്കാൻ പഠിച്ച ഡേയാണ്, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവരെ എല്ലാ മൊമെൻറ്റ്സും നമ്മളിങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കല്ലോ. ഈ സമയത്തൊക്കെ അവൻ ഉറക്കം മാത്രമായിരുന്നു പരിപാടി, വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നു.
പിന്നെയാണ് അവൻ ഉറക്കമില്ലാത്തവനായി മാറിയത് രാവിലെ. പിന്നെ ഗൈസ് ഈ ഫോട്ടോ കൊണ്ടത് എൻ്റെ അമ്മയുടെ കലാവിരുതാണ്. അമ്മ പരീക്ഷിച്ച് കളിച്ചതാണ് അവൻ്റെ മുഖത്ത്. പിന്നെ ഇത് ഒരു ദിവസം കേട്ടു ഡാഡുവിനെ കാണാൻ വന്നപ്പോഴുള്ള ഫോട്ടോയാണേ. ഇനി കാണാൻ പോകുന്നത് ഡാഡുവിനെ ഞാൻ വിഷുവിന് ഉണ്ണിക്കണ്ണനായിട്ട് ഒരുക്കിയ ഫോട്ടോയാണ്. അത് സൂപ്പറായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ ഇത് അവൻ കയ്യിൽ ഇങ്ങനെ സാധനം ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പഠിച്ച ആ ഒരു മൊമെൻ്റാണ്. ഇത് കണ്ടോ, ഇത് അവന് 3 മാസം അങ്ങനെ എന്തോ ആയപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോയാണ്. ഈ ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇവൻ ആരെപ്പോലെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഓരോരുത്തരും ഓരോന്നാണ് പറയാറുള്ളത്. എൻ്റെ അനിയനെ പോലെ ഉണ്ടെന്നാണ് മെജോറിറ്റി ആൾക്കാർ പറയാറുള്ളത്. ഓരോരുത്തരുടെ കണ്ണിലും ഓരോ വ്യൂ ആണല്ലോ. പിന്നെ ഞാൻ അവനെ ശകുന്തളയാക്കിയതാണ് ഗൈസ്. എന്തൊക്കെയാണ് ഞാൻ അവനിൽ പരീക്ഷിച്ചതെന്ന് എനിക്കിനൊരു പിടുത്തമില്ല. ഇങ്ങനെ തോന്നുമ്പോഴേക്ക് ഞാൻ അവനെ ഒരുക്കിയൊക്കെ വെക്കുമായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓർമ്മകളായി. ഒരു വർഷമായല്ലോ. ഇത് അമ്മ ജോലിക്ക് പോയി ഇറങ്ങി വന്നപ്പോൾ അവനിങ്ങനെ വെച്ചിരിക്കുന്ന ഫോട്ടോയാണ്. മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് ഈ കരി വരച്ച് ഒരുങ്ങിയിരിക്കുന്നതൊക്കെ എൻ്റെ അമ്മയുടെ ക്രിയേഷനാണ്. പിന്നെ ഈ ഫോട്ടോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ്. അവനിങ്ങനെ കിടന്നുറങ്ങുന്ന ഫോട്ടോ. പിന്നെ ഇത് ഡാഡുവിൻ്റെ ഫസ്റ്റ് ഔട്ടിങ്ങാണ്. ഡാഡുവിനും കൂടെ നമ്മൾ ആദ്യമായിട്ട് പുറത്ത് കറങ്ങാൻ പോയ ഡേയാണ് ഇത്. എനിക്കിപ്പോഴും ആ കുഞ്ഞ് ഡാഡുവിനെ മിസ് ചെയ്യാറുണ്ട്. ആ ജനിച്ച് കൈ കിട്ടിയൊരു മുഖമൊക്കെ ഉണ്ടല്ലോ, ആ കുഞ്ഞിനെ എനിക്കിപ്പോഴും മിസ് ചെയ്യാറുണ്ട്. എനിക്ക് മാത്രമായിരിക്കില്ല, എല്ലാ പേരൻസിനും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് മിസ് ചെയ്യും അവർ ആ പഴയ മുഖവും ആ ചിരിയും കളിയൊക്കെ. ഇപ്പോഴും ചിരിയും കളിയാണ്, പക്ഷേ ആദ്യം കിട്ടിയത് ഭയങ്കര സ്പെഷ്യലാണല്ലോ, അതെനിക്ക് മിസ് ചെയ്യാറുണ്ട്. ഇത് ഡാഡൂസിൻ്റെ ചോറൂണ് ഡേ ആണ്. തുലാഭാരവും ചോറൂണും കഴിഞ്ഞ ഡേ ആണിത്. അന്നത്തെ ഫോട്ടോസാണ് ഇത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ തന്നെ സ്വയം ചിന്തിക്കാറുണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ എൻ്റെ കുട്ടിയോ, എനിക്ക് കുട്ടിയായോ എന്നൊക്കെ. സത്യമാണ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനൊരു കുട്ടിയാണ്. ഇതെൻ്റെ കുട്ടി. അവൻ ആദ്യമായിട്ട് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത ഡേ ആണ് ഇപ്പോൾ കണ്ടത്. പിന്നെ നമ്മൾ വെറുതെ ഔട്ടിങ്ങിന് പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കാറുണ്ട്. അവനെ പിന്നെ നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അവൻ എല്ലാത്തിനോടും അഡ്ജസ്റ്റബിൾ ആയിരുന്നു. പിന്നെ ഇത് ഭയങ്കര സ്പെഷ്യൽ ഫോട്ടോ, നമ്മൾ ഡാഡുവിനെ ഗേളാക്കിയ ഫോട്ടോയാണ് ഇത്. ഇത് അവൻ ഇരുന്ന് തുടങ്ങിയ ആ സമയത്തുള്ള ഫോട്ടോയാണ്. പിന്നെ ഇത് ഈ ഫോട്ടോ ഉണ്ട് ഗൈസ്. ഇത് ഈ പറഞ്ഞ കണക്ക് ഏതോ ഒരു ഡേ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ എന്തോ ആണ്. അന്ന് ഞാൻ അവനെ കൃഷ്ണനാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയാണ് ഇത്. പിന്നെ ഇടയ്ക്ക് പൊട്ടൊക്കെ വെച്ച് ഗേളാക്കാൻ തോന്നുമ്പോൾ ഞാൻ അവനെ ഗേളാക്കാറുണ്ട്. പിന്നെ ഇത് ഡാഡുവിൻ്റെ ഫസ്റ്റ് ഓണമാണ്. അങ്ങനെ ആ മൊമെൻറ്റ്സൊക്കെ ഉണ്ട്. 2024 ജനുവരി 25 മുതൽ ഓരോ ദിവസവും ഇങ്ങനെ കടന്നുപോയി ഇതേ 2025 ജനുവരി 25 എത്തിയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് ഒരു വർഷം കടന്നു പോയി എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗായ്സ്. ഞാൻ പറഞ്ഞില്ലേ, പ്രഗ്നൻ്റ് ആയി, അത് മാത്രമാണ് ഓർമ്മ. എത്ര പെട്ടെന്ന് 10 മാസം പോയി, കുഞ്ഞിനെ കൈ കിട്ടി, ദേവന് 1 വയസ്സുമായി. എനിക്ക് വിശ്വസിക്കാനേ പറ്റാത്തൊരു സംഭവമാണിത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മാത്രമേ ആയിരിക്കത്തില്ല, എല്ലാ പേരൻസിനും അങ്ങനെ ആയിരിക്കും. ഇത്ര പെട്ടെന്നാണല്ലേ ദിവസമൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് അവൻ ഭാവിയിൽ വലുതാകുന്നതും വലിയ കുട്ടിയാകുന്നതും കോളേജിൽ പോകുന്നതും ഒക്കെ. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇത്രയും പെട്ടെന്ന് വലുതാവണ്ടായിരുന്നു. ഒന്ന് കിട്ടുകിടയ്ക്ക് അവനോട് പറയാറുണ്ട്, ഡാഡു ഒന്ന് ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി, വലുതാവണ്ടെന്ന്. അതിപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, പ്രകൃതിയുടെ ഒരു നിയമമാണല്ലോ അത്. വലുതായിക്കൊണ്ടേയിരിക്കും കുട്ടികൾ. നമ്മളും അങ്ങനെ വലുതായവരാണല്ലോ അല്ലേ. ഇവളെന്ത് തേങ്ങയായി പറയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? എനിക്ക് അതിനൊരു പിടുത്തം കിട്ടുന്നത് ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ ബർത്ത്ഡേ ആയി എന്നുള്ള സംഭവം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു വർഷമാണ് കടന്നു പോയത്. ഓക്കെ ഗായ്സ്, അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഡാഡുവിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഡാഡൂസിനെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ. ബർത്ത്ഡേ വീഡിയോയുടെ സ്പെഷ്യൽ വ്ലോഗുമായിട്ട് ഞാൻ വരുന്നതാണ്, ഉടനെ വരുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.